മെഡിക്കൽ ബോർഡ് രൂപീകരിച്ച് വിദഗ്ധ ചികിത്സ ലഭ്യമാക്കാൻ ആരോഗ്യമന്ത്രി നിർദ്ദേശം നൽകി. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശത്തെ തുടർന്നാണ് കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്ന് വിദഗ്ധ ഡോക്ടേഴ്സിന്റെ സംഘം എത്താൻ പോകുന്നത്. വിശദാംശങ്ങളുമായി ഇപ്പോൾ റെനെ മെഡിസിറ്റിയിൽ നിന്ന് ബി ദിലീപ് കുമാറും ചേരുന്നുണ്ട്. ആദ്യം ബി ദിലീപ് കുമാറിലേക്കാണ്. ദിലീപ് കുമാർ, ഈ ഒരു മെഡിക്കൽ ബുള്ളറ്റിനെയും ഉടനെ ഉണ്ടാകും. 24 മണിക്കൂർ നിരീക്ഷണം എന്നാണല്ലോ ഇപ്പോൾ ഡോക്ടേഴ്സ് നേരത്തെ മാധ്യമങ്ങളോട് വിശദീകരിച്ചത്. ഒരു മെഡിക്കൽ ബുള്ളറ്റിനുടൻ പ്രതീക്ഷിക്കാമോ? ഉന്മേഷ്, ഒരു മെഡിക്കൽ ബുള്ളറ്റിൻ ഉടൻ പ്രതീക്ഷിക്കാം. കാരണം നേരത്തെ മന്ത്രി പി രാജീവും ഹൈബീഡൻ എംപിയും ഒക്കെ പറഞ്ഞത് മെഡിക്കൽ ബുള്ളറ്റിൻ ഉടൻ പുറത്തിറങ്ങുമെന്നാണ്. ഇപ്പോഴും വെന്റിലേറ്ററിൽ തന്നെയാണ് ഉമാ തോമസ് MLA ഉള്ളത്. ഈ കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ 15 അടി ഉയരത്തിൽ നിന്നാണ് ഉമാ തോമസ് താഴേക്ക് വീണത്. നട്ടെല്ല്, ശ്വാസകോശം, തലച്ചോറ് എന്നിവയ്ക്കാണ് പരിക്കേറ്റിട്ടുള്ളത്. ഇതിൽ നട്ടെല്ലിന്റെ പരിക്ക് അത്ര സാരമുള്ളതല്ല എന്നാണ് ഡോക്ടർമാർ അറിയിച്ചത്. പക്ഷേ ശ്വാസകോശത്തിൽ രക്തം കട്ട പിടിക്കുന്നുണ്ട്. വാരിയെല്ലിന്റെ ഒരു ചെറിയ കഷണം ഒടിഞ്ഞ് ഈ ശ്വാസകോശത്തിലേക്ക് കയറിയിട്ടുണ്ട്. അതാണ് ഈ രക്തസ്രാവത്തിന് കാരണമെന്ന് ഡോക്ടർമാർ പറയുന്നുണ്ട്. ആന്തരിക രക്തസ്രാവം ഇപ്പോൾ നിയന്ത്രണ വിധേയമാണെന്നും ഡോക്ടർമാർ നേരത്തെ മാധ്യമപ്രവർത്തകരോട് അറിയിച്ചു. ഏതായാലും ഇപ്പോഴും ഈ വെന്റിലേറ്ററിൽ തുടരുന്നു എന്നുള്ളത് കൊണ്ടും മാത്രമല്ല അടിയന്തര ശസ്ത്രക്രിയ ആവശ്യമില്ല എന്ന് ഡോക്ടർമാർ പറഞ്ഞിട്ടുണ്ട്. അടിയന്തര ശസ്ത്രക്രിയ ആവശ്യമില്ല എന്ന് പറയുന്നതിൻ്റെ അർത്ഥം അതായത് എല്ലാം ഇത് പെട്ടെന്ന് തന്നെ അത് ഭേദമാകുന്ന തരത്തിലല്ല ഈ പരിക്കുകൾ എന്നുകൂടി ഡോക്ടർമാർ പറഞ്ഞിട്ടുണ്ട്. ഉയരത്തിൽ നിന്ന് വീണതുകൊണ്ട് തന്നെ ഈ പരിക്കുകൾ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലുമുണ്ട്. അത് നേരത്തെ ഈ വീണതിനെ തുടർന്ന് അവിടെ കല്ലും കോൺക്രീറ്റുമൊക്കെ ഉണ്ടായിരുന്നു. ആ വീണതിനെ തുടർന്ന് തലയ്ക്ക് പരിക്കേറ്റു. അത് അപ്പോൾ വലിയ തോതിലുള്ള രക്തസ്രാവത്തിനാണ് ആ സമയത്ത് വഴിയൊരുക്കിയിരുന്നത്. പിന്നീട് പെട്ടെന്ന് തന്നെ ആശുപത്രിയിലേക്ക് എത്തിച്ചു. അവിടെ പ്രാഥമിക ശുശ്രൂഷ നൽകിയതിനു ശേഷമാണ് ആംബുലൻസിൽ പെട്ടെന്ന് തന്നെ ആശുപത്രിയിലേക്ക് എത്തിച്ചത്. റെനെ സിറ്റിയിലാണ്, പാലാരിവട്ടത്ത് ഇപ്പോൾ ഉമാ തോമസ് MLA ഉള്ളത്. കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്ന് വിദഗ്ധ ഡോക്ടർമാരുടെ സംഘം ഇപ്പോൾ കൊച്ചിയിലേക്ക് തിരിച്ചിട്ടുണ്ട്. അവർ യാത്രാമധ്യയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിർദ്ദേശപ്രകാരമാണ് കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്നുള്ള ഡോക്ടർമാരുടെ സംഘം ഇവിടേക്ക് തിരിച്ചിട്ടുള്ളത്. അവർ ഏതാണ്ട് രാത്രി 11 മണിയോടുകൂടി ഇവിടെ എത്തിച്ചേരുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഈ 11 മണിക്ക് കോട്ടയത്ത് നിന്നുള്ള ഡോക്ടർമാർ എത്തിയതിനു ശേഷം ഇവിടെയുള്ള ഡോക്ടർമാരുമായി ആശയവിനിമയം നടത്തി ചികിത്സയുടെ തുടർ കാര്യങ്ങളെ സംബന്ധിച്ച് തീരുമാനിക്കും. ഇപ്പോഴേതായാലും ഡോക്ടർമാർ തീവ്രശ്രമം ഉമാ തോമസിന്റെ ഈ പരിക്കുകൾ ഭേദമാക്കുന്നതിന് അതോടൊപ്പം തന്നെ ഈ രക്തസ്രാവം നിയന്ത്രിക്കുന്നതിനൊക്കെയുള്ള ശ്രമങ്ങളാണ് ഡോക്ടർമാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ആശുപത്രിയിൽ എത്തിച്ച ഉടൻ തന്നെ CT സ്കാനും ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും എക്സ്റേയും എടുത്തിരുന്നു. ആ പരിശോധനയുടെ കൂടി അടിസ്ഥാനത്തിലാണ് ആദ്യ മെഡിക്കൽ ബുള്ളറ്റിൻ പുറത്തുവിട്ടത് ആശുപത്രി അധികൃതർ. അതിനുശേഷം ഇപ്പോൾ എന്താണ് ചികിത്സയുടെ അടുത്ത ഘട്ടം അല്ലെങ്കിൽ പരിക്കുകളുടെ സ്ഥിതി എന്നത് സംബന്ധിച്ചും ആരോഗ്യസ്ഥിതിയെ സംബന്ധിച്ചുമൊക്കെയുള്ള മെഡിക്കൽ ബുള്ളറ്റിൻ ഉടൻ ഈ ആശുപത്രി അധികൃതർ പുറത്തിറക്കും എന്നാണ് കരുതുന്നത്. ഉന്മേഷ്. ശരി, ബി ദിലീപ് കുമാറാണ് റെനെ മെഡിസിറ്റിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.